അപ്പം മഞ്ഞത്തൊപ്പിയൊക്കെ വെച്ച് അന്നുവും ഹെൽമെറ്റൊക്കെ വെച്ച് ഞാനും കൂടെ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് കൊല്ലത്തെ വിക്ടോറിയ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പം അന്നുവിന് 2.5 വയസ്സിൻ്റെ വൈറ്റമിൻ കൊടുക്കാനാണ് പോകുന്നത്. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിക്ടോറിയയിൽ പോകുന്നത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമുക്ക് സാധാരണ PHCകളിൽ കൊടുക്കാം, വാക്സിൻ കൊടുക്കാം. പക്ഷേ അത് ബുധനാഴ്ചയാണ്. അപ്പം കൊല്ലം വിക്ടോറിയയിൽ മാത്രമാണ് ബുധനും ശനിയാഴ്ചയും വാക്സിൻ ഉള്ളത് കേട്ടോ. വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം പോയി കൊട്ടിയത്തെ ട്രാഫിക്കിനിടയിൽ വെച്ച് നമ്മൾ അന്നു ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പം അന്നുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അന്നുവിൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്, അന്നുവിനെ ഞങ്ങൾക്ക് അവിടെ നിന്നാണ് കിട്ടിയത്, അന്നു കാണാനായിട്ട് പോവുകയാണ്. അന്നുവിൻ്റെ സ്ഥലം വിക്ടോറിയയിലാണ് അന്നുവിനെ പ്രസവിച്ചതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഇതാ ഭയങ്കര മഴ പെയ്തു. ഞങ്ങൾ കയറി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും ചായ കുടിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഓർമ്മയിലാണ് അന്നു പറഞ്ഞത്, ഞങ്ങൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ പോവുകയാണെന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ മരുന്ന് കുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കായിരുന്നു. പക്ഷേ അത് പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞങ്ങളിതാ വിക്ടോറിയയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പം കീർത്തനയും നിരഞ്ജനയ്ക്ക് കൊല്ലത്ത് വെച്ചൊരു എക്സാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നിരഞ്ജനയും ഒക്കെ വന്ന് ഈ ഒരു സെക്റ്റിനകത്ത് ജോയിൻ ചെയ്യും കേട്ടോ. കീർത്തന ഞങ്ങളുടെ കൂടെ ഉണ്ട്, വേറെ സെപ്പറേറ്റ് ഒരു സ്കൂട്ടറിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അന്നുവിൻ്റെ വിക്ടോറിയ. അന്നു വിക്ടോറിയ കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും അത്ര അങ്ങ് വന്നില്ല കേട്ടോ. അത്രത്തോളം ഒന്നും പ്രായം ആയില്ലല്ലോ, കുറച്ചും കൂടെ വളരണം കേട്ടോ. അപ്പം ഞങ്ങൾ വൈറ്റമിൻ കൊടുക്കാനായിട്ട് PP യൂണിറ്റിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനകത്താണ് കേട്ടോ വൈറ്റമിൻ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ അകത്ത് കയറി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, സിസ്റ്റർ അതെല്ലാം എഴുതി ശേഷം വാക്സിൻ കൊടുത്തു കേട്ടോ. അപ്പം അന്ന് തിലകം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം തിലകവും അങ്ങോട്ടത്തേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ സമയം ആ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ തിലകമൊക്കെ ആയിട്ട് അന്ന നല്ല കൂട്ടാണ് കേട്ടോ. അപ്പം തിലകത്തിൻ്റെ മടിയിൽ കയറിയിരുന്ന് തിലകത്തിൻ്റെ ഒക്കെ വീണ കാര്യവും മുറിഞ്ഞ കാര്യവും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തൂത്തുക്കുടിയിൽ വെച്ചൊന്ന് വീണായിരുന്നു, ചുണ്ടൊക്കെ പൊട്ടിയായിരുന്നു. അപ്പം അതെല്ലാം പറഞ്ഞ് തിലകത്തിൻ്റെ ഒക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഇങ്ങനെ അസുഖമൊക്കെ പറയാനൊക്കെ അങ്ങ് ശീലിച്ചു കേട്ടോ. വയ്യെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കുറേ സമയം നിന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നിരഞ്ജന വരുന്നവരെന്തായാലും കാത്തു നിൽക്കണം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ പോയി നമുക്ക് കാത്തു നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും തിലകവും കൂടെ തിലകത്തിൻ്റെ കാറിൽ പോകാനായിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലേക്ക് പോയി. അപ്പം സാറും കീർത്തനയും ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അത് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കേട്ടോ. കാരണം ഞങ്ങൾ വന്ന സ്കൂട്ടറുകളെല്ലാം വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ അടുക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും തിലകവും ഹനയും കൂടെ തിലകത്തിൻ്റെ കാറിൽ ഉപാസന ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ആനന്ദ ഭവനിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. അപ്പം തിലകം ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. തിലകം കൊട്ടാരക്കരയിലേക്ക് പോകുന്ന റൂട്ടാണ് ആയതുകൊണ്ട് തിലകം ജസ്റ്റ് കയറുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിരഞ്ജനയെ കാത്തു നിൽക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആനന്ദഭവൻ റെസ്റ്റോറൻറ്റ്. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, ഇച്ചിരി ഫേമസ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഉപാസന ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. അപ്പോഴേക്കും കീർത്തന വണ്ടിയൊക്കെ വെച്ചിട്ട് നടന്നു വന്നു, സാറും വന്നു. അപ്പം ഞങ്ങളിനി അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറിയ സമയത്ത് തിലകവും അന്നുവും കൂടി ഒരു കിൻഡർ ജോയും വാങ്ങിച്ചിട്ട് കിൻഡർ ജോയുടെ സ്വീറ്റ്സ് ഒന്നും അന്നയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്തിരിക്കുന്ന ടോയ് വേണമെന്ന് പറഞ്ഞു. അപ്പം അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് തിലകം കൊട്ടാരക്കരയിലേക്ക് പോയി, നിരഞ്ജന ഹോട്ടലിലേക്ക് വരികയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഞങ്ങൾ 3 പേർക്ക് മസാല ദോശയും ഒരാൾക്ക് ഫ്രൈഡ് റൈസുമാണ് വാങ്ങിച്ചത്. അപ്പം ഫ്രൈഡ് റൈസ് നല്ലതായിരുന്നു കേട്ടോ. മസാല ദോശ അത്ര ഗുമ്മില്ലെന്ന് ഇവർ പറയുകയുണ്ടായി. പക്ഷേ ഫ്രൈഡ് റൈസ് കുഴപ്പമില്ലായിരുന്നു. ഞാനും അന്നും കൂടെയാണ് അത് കഴിച്ചത്. പണ്ടൊക്കെ ഫാമിലിയിൽ എല്ലാവർക്കും സമയമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൂടെയൊക്കെ പോയി ഇങ്ങനെ ഓരോ മസാല ദോശയൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചാത്തന്നൂർ ജംഗ്ഷനിലൊക്കെ ആര്യാസ് ഉണ്ട് കേട്ടോ. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ പോയി ഒരു മസാല ദോശ കഴിക്കും. നിരഞ്ജനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ എല്ലാവരും ഒരു നല്ല ഹാപ്പി മൊമെൻറ്റിലൊക്കെ പോകുന്ന പതിവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയൊന്നും പോക്കില്ല, എല്ലാവരും പല വഴിക്കാണ്. അപ്പം ഇങ്ങനെ ഒത്തുചേർന്നപ്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ക്രിസ്ത്യാൻ്റെ അടുക്കയായിട്ട് ഒരു 20 രൂപയുടെ ഷാർജ കടയുണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഓരോ ഷാർജയും കൂടെ കുടിച്ചു. അന്നുവിനും വേണമെന്ന് പറഞ്ഞ് അന്നുവിനും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഈവനിങ് വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.